ഞാനൊരു അനുഭവം കൊണ്ടൊരു കാര്യം പറയാമല്ലോ. എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലെന്ന് പറയുന്നത് സത്യമാണ്. പറയുമ്പം ഇപ്പം ഞാൻ തന്നെ എൻ്റെ എത്രയോ വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഇതേപോലെ ഒരു വ്ളോഗ് ചെയ്യണമെന്നും ഇതേപോലെ ഒരു എന്താ ട്രാവൽ വ്ളോഗ് ചാനൽ തുടങ്ങണമെന്നൊക്കെ. ഒരു ചാനൽ ഞാൻ തുടങ്ങി, പക്ഷേ തുടങ്ങി ഇപ്പോൾ 1 വർഷം ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. സോ അതുകൊണ്ട് ഞാൻ പറയല്ല, എന്ത് വന്നാലും മാക്സിമം എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കിക്കോ. അതെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്തു എന്തായാലും പറ്റും, അത് ഉറപ്പാണ്. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഞാൻ റിഗ്രറ്റ് അടിക്കും. ഞാൻ പറയും, അയ്യോ അന്ന് എനിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ എന്തായിരുന്നേ എന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് എപ്പോഴും കുറേ തവണ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്കിനി അതങ്ങനെ ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. കുറേ ബുദ്ധിമുട്ടുണ്ട്. നല്ല ഫോണില്ല. ഇതിപ്പം ഈ ഫോണിൽ സെൽഫി ക്യാമറ മൊത്തം പോയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ബാക്ക് തിരിച്ച് വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. മുമ്പ് ഒന്ന് സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു എന്താ മറ്റേ ഫോൺ ഹോൾഡറാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ വണ്ടി പോലും അല്ല, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. സോ ഇതിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. മെയിനായിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും വണ്ടി തരത്തില്ല. എന്താണ് റീസൺ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആരും അങ്ങനെ വണ്ടി എനിക്ക് തരത്തില്ല. എന്തെങ്കിലും അറിയാമല്ലോ, സ്വന്തം വണ്ടിയാകുമ്പം ആരും കൊടുക്കത്തില്ല. അപ്പോൾ എനിക്കുണ്ടെങ്കിലും ആർക്കും കൊടുക്കത്തില്ല എന്നുള്ള ആ ഒരു ഇത്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് എനിക്ക് വണ്ടി തന്നേക്കുന്നത് എൻ്റെ ഒരു അനിയൻ ചെറുക്കനാണ്. പാവമാണ്, നല്ല പയ്യനാണ്. എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒന്നും ചോദിക്കാതെ ചേട്ടാ എടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ അവൻ തന്നില്ലായിരുന്നെങ്കിൽ ഇന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ.